ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ സബ്സ്ക്രൈബ്സ് ഒക്കെ കൂടുന്നുണ്ട് കേട്ടാ. അതിന് താങ്ക് യു ഉണ്ട്. കാരണം ഈ താങ്ക് യു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താന്ന് വെച്ചാല് ഞങ്ങള് അധികം വലിയ വലിയ വീഡിയോസ് ഒന്നും അല്ല ചെയ്യുന്നത്. ചെറിയ ചെറിയ കുഞ്ഞിത് ഞങ്ങളുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന വീഡിയോസ് മാത്രമേ ചെയ്യുന്നത്. പക്ഷെ അത് ഏറ്റെടുത്തിട്ട് ഇങ്ങനെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ദിവസം ഒരാളെ കയറിയുള്ളെങ്കിലും ഞാനും ഫിജി ഭയങ്കര സന്തോഷാണ്. ഫിജിക്ക് അതിലേറെ സന്തോഷാട്ടോ. അവള് പറയും എടി ഒരാൾ കയറി അങ്ങനെ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോണതേ, നമ്മള് ഒരുപാട് പേരെ സഹായിക്കാറുണ്ട് അല്ലെ. ചിലരുടെ ഭയങ്കര കഷ്ടങ്ങളൊക്കെ കേൾക്കുമ്പോ പൈസ ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. നമ്മള് ചിലപ്പോ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, ചിലപ്പോ നമ്മൾ വേറെ ആളുടെ നിന്ന് കടം മേടിച്ച് തിരിമറി ചെയ്ത് ഇങ്ങോട്ട് കൊടുത്ത് 2 ആഴ്ചയുടെ തരാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടായിരിക്കും ചിലപ്പോ നമ്മുടെ ആ ക്യാഷ് മേടിക്കും. ക്യാഷ് മേടിച്ച് ആദ്യത്തെ 2 ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും. 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞ ഒരു 20 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തരില്ല, പൈസ തരില്ല. അപ്പൊ നമ്മള് അങ്ങോട്ട് വിളിക്കും. അപ്പൊ പറയും എടി ഇപ്പൊ പൈസ ഇല്ല കേട്ടോ, ഞാന് 2 ദിവസം കഴിഞ്ഞാൽ തരാന്ന് പറയും. അങ്ങനെ ആ 2 ദിവസം 2 മാസമാവും. 2 മാസമായിട്ട് നമ്മൾ വിളിക്കുമ്പോ നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ പല നമ്പറിൽ നിന്ന് വിളിക്കും. ആ ക്യാഷ് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്യുന്ന അതേ കഷ്ടപ്പാട് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഓരോ രൂപയ്ക്കും അല്ലെങ്കിൽ ഓരോ ചെറിയൊരു പൈസ ആണെങ്കിൽ പോലും അതിന് നല്ല വാല്യൂ ഉണ്ട്. മേടിച്ച പൈസ കൊടുക്കാതെ കയ്യിൽ വെച്ചിട്ട് എന്നിട്ട് ഞെളിഞ്ഞ് അവരുടെ മുന്നിൽ കൂടെ നടന്നു പോകുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അത് അത്ര വലിയ മഹത്വമായ കാര്യം ചെയ്തതല്ല. അവരുടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ടൈമിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളാണ് അങ്ങോട്ട് പൈസ കൊടുത്തത്. അവരുടെ ആ ഒരു ടൈം ആലോചിച്ചിട്ട് പെട്ടെന്ന് തരാം, അത്രയും വയ്യാതിരിക്കുകയാണ്, മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല, 20 ദിവസത്തിനുള്ളിൽ മരുന്ന് പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളുടെ അത് മേടിക്കുന്നത്. 1 മാസം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, എന്നിട്ടും ചോദിക്കുമ്പോഴും മൈൻഡില്ല. ഇപ്പൊ നമ്മള് അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച പോലെയാ. അത് ഭയങ്കര ചതിയല്ലേ. അത് അവര് ആ പൈസ കൊണ്ട് അത്ര ലാഭമൊന്നും ഉണ്ടാക്കാൻ പോണില്ല. അവര് എവിടെ എത്താൻ പോകുന്നില്ല. കാരണം ഒരു വയർപ്പിന്റെ ഒരു തുള്ളിയാണ് 1 രൂപ. അപ്പൊ 1 രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ഈ മേടിച്ച ആൾക്കാര് മനസ്സിലാക്കേണ്ടതാണ്. മേടിച്ച ആൾക്കാർക്ക് കടം മേടിച്ച ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. അല്ലാതെ ആ പൈസ മേടിച്ചിട്ട് പറ്റിച്ചിട്ട് അല്ലെങ്കിൽ കൊടുക്കാതിരുന്നിട്ട് ഞങ്ങൾ വലിയ കേമന്മാരാന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഈ പൈസ എന്ന് പറയുന്നത് ബന്ധങ്ങളെ മുറിക്കാൻ വേണ്ടിയിട്ടുള്ളത് കൂടിയാണ്. അപ്പൊ പൈസ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അത് മനസ്സിലാവും എങ്ങനെയാണ് പൈസയുടെ വാല്യൂ എന്താണെന്നും ബന്ധങ്ങളുടെ വാല്യൂ എന്താണെന്നും. അപ്പൊ കടം മേടിച്ചവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ നോക്കുക. ഇനി കടം കൊടുക്കാതിരിക്കുക. മനുഷ്യരെ നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.